ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യ മത്സരം വരുന്നത് വെള്ളിയാഴ്ച രാത്രി 12:30 അതായത് ശനിയാഴ്ച പുലർച്ചെ 12:30. അവരുടെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിലാണ് മത്സരം നടക്കുന്നത്. എതിരാളികളായി വരുന്നത് ഫുൾഹാമും. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 8ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫിനിഷ് ചെയ്തത്. UEFA ചാമ്പ്യൻസ് ലീഗ് പോയിട്ട് യൂറോപ്പ ലീഗിന് പോലും അവർക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല. കോച്ച് ടെൻ ഹാഗിനെ പുറത്താക്കുമെന്നുള്ള വാർത്തകളൊക്കെ ആയിരുന്നു നിലവിൽ പുറത്തു വന്നിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൽ തന്നെ വിശ്വാസം അർപ്പിച്ചു. നിലവിൽ ടെൻ ഹാഗിന്റെ കീഴിൽ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇറങ്ങുന്നത്. അവർക്ക് ആദ്യ മത്സരം വെള്ളിയാഴ്ച രാത്രി 12:30 ഫുൾഹാമാണ് എതിരാളികൾ. സ്വന്തം കാണികൾക്ക് മുമ്പിൽ തന്നെയാണ് ആദ്യത്തെ മത്സരം. പുതിയ സീസണാണ്. പുതിയ സീസണിൽ മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ അവർക്ക് FA കമ്മ്യൂണിറ്റി ഷീൽഡിൽ കിരീടം നഷ്ടമായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ മത്സരത്തിൽ ഗർനാച്ചോയുടെ ഗോളിലൂടെ മുന്നിലെത്തിയെങ്കിലും സിറ്റി സമനില പിടിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി ഇത്തവണത്തെ കമ്മ്യൂണിറ്റി ഷീൽഡ് സ്വന്തമാക്കിയത്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ആദ്യ 11 സ്ഥാനം നഷ്ടമാകാൻ പോകുന്ന ഒരു താരമാണ് ഇംഗ്ലണ്ടിന്റെ യുവതാരം റാഷ്ഫോർഡ്. FA കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിലൊക്കെ താരം കളത്തിലിറങ്ങിയിരുന്ന ഒരു സുവർണ അവസരമൊക്കെ പായാക്കി. കഴിഞ്ഞ സീസണൊക്കെ വളരെ മോശം ഫോമിലായിരുന്നു റാഷ്ഫോർഡ്. പുതിയ സീസണിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ FA കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനൽ മത്സരത്തിലും അദ്ദേഹം മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിലവിൽ അദ്ദേഹത്തിലുള്ള വിശ്വാസം ആരാധകർക്കും കോച്ച് ടെൻ ഹാഗിനൊക്കെ നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു സീസൺ കൂടിയാണ് ഇത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കൂടെ ഇംഗ്ലണ്ടിന്റെ ഈ യുവതാരത്തിന് അദ്ദേഹത്തിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് യൂറോ കപ്പിനുള്ള ടീമിലൊന്നും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിരുന്നില്ല. പുതിയ സീസണിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ FA കമ്മ്യൂണിറ്റി ഷീൽഡിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ മോശം പ്രകടനത്തിന്റെ ഒരു ഇതിൽ ആരാധകർക്കും കോച്ച് ടെൻ ഹാഗിനൊക്കെ അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പുതിയ സീസണിൽ റാഷ്ഫോർഡിന്റെ ഒരു കരിയറിന്റെ ഒരു ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു സീസൺ കൂടിയായിരിക്കും. മിക്കവാറും റാഷ്ഫോർഡ് അധികവും ബെഞ്ചിലിരിക്കേണ്ടി വരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ. കാരണം അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും കിട്ടിയ അവസരം മുതലെടുക്കാൻ നോക്കേണ്ടി വരും. പുതിയ സീസണാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും നിർണായകമാവാൻ പോകുന്ന ഒരു സീസൺ കൂടിയാണ് റാഷ്ഫോർഡിനത്.